അത് കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നു. ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ കേരളത്തിലോട്ട് പോകുന്നു. നമ്മൾ നേരത്തെ ഇവിടെ വന്ന സമയത്ത് മന്ത്രി അല്ല, തമിഴ്നാട്ടിലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനും ഇവിടെ മന്ത്രിസഭയൊക്കെ അന്ന് സ്റ്റാലിൻ്റെ ഭരണമൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ പിണറായി സാറിൻ്റെ മാറ്റം. അപ്പോൾ അത് ഭരണമൊക്കെ മാറി നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ മാറ്റം വരാനുള്ള കാരണം എന്താ? നമ്മുടെ വിജയ് സാറാണ് ഭരിക്കുന്നത്. ഓ, വിജയ് സാറാണ്. നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അന്ന് നമ്മളിവിടെ വന്നത് സമയത്ത് പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രി. അന്ന് സ്റ്റാലിനായിരുന്നു ഇവിടുത്തെ, അവിടെ സ്റ്റാലിനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അവിടെ പിണറായി വിജയൻ സാറ് കാലം മാറി. നമ്മുടെ പിന്നെ പിണറായി വിജയൻ സാർ അവിടെ സതീശൻ സാറായി. അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ കേരളത്തിന്റെ അതിർത്തിയാണ്. ഈ അതിർത്തിക്ക് ഇപ്പുറം വിജയ് സാർ, നമ്മുടെ ഇളയ ദളപതി. അപ്പോൾ ഇപ്രാവശ്യം വന്നത് കേരളത്തിൽ നേരെ തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ കുറച്ച് കാഴ്ചകളുമായിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് നൽകിയതുപോലെ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ 1 ലക്ഷം ആൾക്കാർ കണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് തരണ്ടേ? അതെ, ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലോട്ട്, തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട അടവി ഡാമുമായിട്ട് കുറേ കാഴ്ചകളുമായിട്ട് ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ നിവാസിക്കയുണ്ട്. നിവാസിക്കയുടെ കുറച്ച് വീഡിയോസ് ഞങ്ങളല്ലാതെ വരുന്നത്. കാരണം പക്ഷേ സീരിയലും കുറേ സ്ഥലങ്ങളിൽ കുറേയൊക്കെ സിനിമാ ഫീൽഡിലൊക്കെ കുറേ അഭിനയിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ തെങ്കാശിയിലെ കാഴ്ച, തെങ്കാശി അടവി ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഇപ്രാവശ്യം പോട്ടെ. തെങ്കാശി അടവി ഡാമിൻ്റെ കാഴ്ചകളുമായി അടവി ഡാമിന് അടുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ അടവി ഡാം, 2 കിലോമീറ്റർ. അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ അടവി ഡാമും കഴിഞ്ഞ് ഞങ്ങൾ ആ വഴി കുറച്ച് ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലേ ഒരു അടിപൊളി ലൊക്കേഷൻസ് ഉണ്ട്. കാരണം അടവി ഡാമിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അടവി ഡാം മാത്രം കണ്ടിട്ട് പോകരുത്. ആ വഴി കുറച്ച് ഇങ്ങോട്ട് നേരെ കയറി വരുമ്പോഴത്തേനുണ്ടല്ലേ എന്താ അടിപൊളി. കാരണം ആ കാണുന്ന തിരുമലക്കോവിലാണ്. തിരുമലക്കോവിലും അതുപോലെ തന്നെ ഒരു പാടശ്ശേരി, നമ്മുടെ പാലക്കാടിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ, അതേപോലെ കുറേ നല്ല സ്ഥലങ്ങൾ ആ വഴി ഇങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഒരു കാഴ്ച തന്നെ. അങ്ങനെ നല്ലൊരു ട്രിപ്പും പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ അടവി ഡാമും കഴിഞ്ഞിട്ട് വരുന്ന കുറേ കാഴ്ച. തമിഴ്നാട് ഉള്ളേരിയയിലോട്ട് പോകുമ്പോണ്ടല്ലോ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് ഒരിക്കലും നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഞങ്ങളുടെ വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലോർ ചെയ്യാണ്. എന്തായാലും നല്ല കുറേ കാഴ്ചകളും നല്ല കുറേ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു. കാരണം ഞങ്ങൾ വന്ന സമയവും നല്ല സമയമാണ്. വരുമ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങുക, ഒരു 4 മണിക്ക് മുമ്പ് എത്തി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ നല്ലൊരു രീതിയിൽ കിട്ടും. പക്ഷേ മഴയൊന്നും ഇല്ലെങ്കിൽ പോലും എന്നാലും മഴയും വെയിൽ വിടുന്ന ഒരു സംഭവമാണെങ്കിൽ നല്ല രീതിയിൽ കാഴ്ചകൾക്ക് വളരെ മനോഹരമായിരിക്കും. എന്തായാലും തെങ്കാശിയിലെ കാഴ്ചകൾ, അതുപോലെ തന്നെ അടവി ഡാമിൻ്റെ കാഴ്ചകളും അതോടൊപ്പം നമ്മൾ ഈ ഒരു തിരുമലക്കോവിലിൻ്റെ എല്ലാം കൂടി ഒരു വിഷ്വൽ നിങ്ങളുടെ മുമ്പിലെത്തി. എന്തായാലും സെറ്റ് സംഭവം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നതിൽ നിന്ന് നല്ല അടിപൊളി ഒരു സമ്മാനം ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കുന്ന നമ്മുടെ നമ്പീശനും നമ്മുടെ അതുപോലെ തന്നെ അനുമോൻ സാർ ബാക്കിയാണ്. ക്യാമറയിൽ വന്നിട്ടില്ല ഇപ്രാവശ്യം. കോമഡി സ്റ്റാർസ് നമ്മുടെ നിവാസ് കുളത്തുപുഴ ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ ടീം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുള്ളവരല്ലേ. വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പാടശേഖരവും അതുപോലെ ഇതുപോലെ ഇൻസൈഡായ കുറേ കാഴ്ചകളെല്ലാം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു. എന്തായാലും ഞങ്ങളെല്ലാവരും അത്രത്തോളം എക്സൈറ്റഡ് ആണ്. ഇപ്രാവശ്യം നല്ല കുറേ സ്ഥലങ്ങൾ, നല്ല കുറേ കാഴ്ചകൾ, എന്തായാലും തമിഴ്നാടിൻ്റെ ഉള്ളേരിയകൾ ഉൾപ്പെടെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.